പറവൂർ സഹകരണ ബാങ്കിൽ നടന്ന 2.22 കോടി രൂപയുടെ അഴിമതി കേസിൽ ബാങ്കിന് നഷ്ടമായ തുക മുൻ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ 28 പേരിൽ നിന്ന് ഈടാക്കണമെന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. പ്രതികൾക്കെതിരെ അടിയന്തരമായി നിയമ നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമര നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. CPM ഭരിക്കുന്ന പറവൂർ താലൂക്ക് സഹകരണ ബാങ്കിൽ നടന്ന ഇൻകം ടാക്സ് ഇടപാട്, അനധികൃത വായ്പാ തട്ടിപ്പ് എന്നിവയിൽ ബാങ്കിന് നഷ്ടമായ 2,21,51,586 രൂപ 28 പേരിൽ നിന്ന് ഈടാക്കണമെന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിവാദത്തിൽ CPIM പറവൂർ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ TV നിതിൻ ഉൾപ്പെടെ CPM CPI നേതാക്കളിൽ നിന്ന് തുക തിരിച്ചുപിടിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതായും പറയുന്നു. 26 മുൻ ഭരണസമിതി അംഗങ്ങളും മുൻ സെക്രട്ടറി P. കൃഷ്ണകുമാർ, നിലവിലെ സെക്രട്ടറി KS ജയശ്രീ എന്നിവരാണ് പ്രതികൾ. 2010 മുതൽ 2022 വരെ ഇൻകം ടാക്സ് ഇടപാടുകൾക്കായി 1,50,41,820 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചെങ്കിലും 27,23,872 രൂപ മാത്രമാണ് ഇൻകം ടാക്സിൽ അടച്ചതായി രേഖകളുള്ളത്. ബാക്കി പണം എറണാകുളത്തുള്ള ഒരു അഭിഭാഷകന്റെ പേരിൽ കള്ള വൗച്ചർ ഉപയോഗിച്ച് പിൻവലിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി. കൂടാതെ ബാങ്കിൽ പണയം വെച്ച വസ്തുവിന്മേൽ സ്വകാര്യ വ്യക്തിക്ക് കോടതിയിൽ നിന്ന് അനുവദിച്ച ജപ്തി ഉത്തരവ് മറച്ചുവെച്ച് വസ്തുവിന്റെ മതിപ്പുവില കൂട്ടിക്കാണിച്ച് പുനർവായ്പ നൽകിയതിൽ ബാങ്കിന് 55,68,402 രൂപ നഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ രണ്ട് ഇടപാടുകളിലുമായി ബാങ്കിന് നഷ്ടമായത് 2.22 കോടി രൂപയാണ്. ഈ അഴിമതികൾ നടന്ന കാലയളവിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണസമിതിയിലുണ്ടായിരുന്ന ഏരിയ സെക്രട്ടറി TV നിതിനാണ് ഏറ്റവും കൂടുതൽ തുക തിരിച്ചടക്കേണ്ടതെന്നും റിപ്പോർട്ടിലുണ്ട്. ബാങ്കിൽ നടന്ന ഈ അഴിമതികൾ ചൂണ്ടിക്കാട്ടി ബാങ്കിലെ അംഗമായ N. മോഹനനാണ് സഹകരണ വകുപ്പിന് പരാതി നൽകിയത്. പ്രതികളിൽ നിന്നും ബാങ്കിന് നഷ്ടമായ തുക ഈടാക്കുന്നതിനായി ഓരോരുത്തർക്കും നോട്ടീസ് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും രമേശ് D. കുറുപ്പിന് ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. പറവൂർ സഹകരണ ബാങ്കിൽ നടന്ന അഴിമതികൾക്കെതിരെ വിവിധ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിൽ കോൺഗ്രസ് പാർട്ടി ആക്ഷേപങ്ങളുമായി രംഗത്തെത്തി. സഹകരണ വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകളും നടപടി തീരുമാനങ്ങളും ഉണ്ടായിട്ടും ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയ വ്യക്തി തലപ്പത്തിരിക്കുന്നത് പറവൂരിന് അപമാനമാണെന്ന് കോൺഗ്രസ് നേതാക്കളായ MS റെജി, രമേശ് D. കുറുപ്പ്, N. മോഹനൻ, പ്രതാപൻ എന്നിവർ പറഞ്ഞു. നിയമപ്രകാരം 30 ദിവസം വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് മാത്രമേ ലേല നോട്ടീസ് കൊടുക്കാൻ പാടുള്ളൂ. ഇന്ന് രാവിലെ വന്ന് അളന്നു. പിറ്റേ ദിവസം ഇവിടെ ബോർഡ് വെച്ചേക്കാണ് ലേലം ചെയ്യാൻ പോകുന്നത്. അവർ പെട്ട വിലയ്ക്ക് സ്ഥലം വിറ്റ്, കാരണം വായ്പ എടുത്താണല്ലോ തിരിച്ചടയ്ക്കണ്ടേ. ഞങ്ങളാരും സപ്പോർട്ട് ചെയ്യില്ല, അവർ തിരിച്ചടച്ച് വയ്ക്കും. ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. അതുപോലെ ഇപ്പൊ നിരവധി പേർക്ക് ഇപ്പൊ ആ ബോർഡ് ഇതിട്ട് എടുത്ത് മാറ്റിയിട്ടില്ല, പിന്നെ ലേലം നടത്തിയിട്ടില്ല. പിന്നെ ലേലം നടത്താൻ ഇവിടുത്തെ ഭരണസമിതി ഇപ്പോഴത്തെ ഭരണസമിതിയെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റുമല്ലോ. CPM ആരുടെ സ്വാധീനത്തിൽ വഴങ്ങിയിട്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത്, ആരെ പേടിച്ചിട്ടാണ് ചെയ്യാതിരിക്കുന്നത് മാത്രമേ. ചങ്കൂറ്റുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങളില്ല എന്നുള്ളതാണ്, ജില്ലാ കമ്മിറ്റിയിൽ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പ്രതികൾക്കെതിരെ അടിയന്തരമായി നിയമ നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.